ഞാൻ പങ്കെടുത്താൽ മാപ്പ് വേണ്ട, നിങ്ങൾ പങ്കെടുത്താൽ മാപ്പ് വേണം. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വിമർശിക്കുന്നവർ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പലപ്പോഴും പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു പോയിന്റിലാണ് എപ്പോഴും വി.ഡി. സതീശൻ വിമർശിക്കപ്പെടുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം വേറെ, ചെയ്യുന്ന ഒരു കാര്യം വേറെ, വിമർശിക്കുന്ന ഒരു കാര്യം വേറെ, ചെയ്യുന്ന കാര്യം വേറെ. അങ്ങനെ പരസ്പര വൈരുദ്ധ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും പ്രവൃത്തിയിലും കാണാൻ കഴിയുക. പക്ഷെ അദ്ദേഹം അത് ഒരു ചിരിച്ച് അതിനെ വളരെ വിദഗ്ധമായി തന്നെ അത്തരം കള്ളങ്ങളെ മറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് സതീശന് എതിരായി വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. ഈ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധമില്ലായ്മ അദ്ദേഹത്തിന് വളരെ നാൾ മുൻപ് തന്നെയുണ്ട്. ഇന്ന് അത്തരമൊരു വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് RSS സർസംഘചാലക്കായിട്ടുള്ള മോഹൻ ഭാഗവത് ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. അന്ന് അവിടെ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തു. ഒന്ന് കേരള വൈസ് ചാൻസലറായിട്ടുള്ള മോഹൻ കുന്നുമ്മേൽ, 2 MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ടുള്ള പ്രൊഫസർ മാവുത്ത്, മലയാളം സർവകലാശാല വൈസ് ചാൻസലറായ ഡോക്ടർ CR പ്രസാദ്. ഈ 3 പേരാണ് സർസംഘചാലക്കായിട്ടുള്ള മോഹൻ ഭാഗവത് പങ്കെടുത്ത ആ പരിപാടിയിൽ പങ്കെടുത്ത VC-മാർ. ഈ വൈസ് ചാൻസലർമാരുടെ നടപടിയെ അപലപിച്ചുകൊണ്ട് ഇപ്പോൾ വി.ഡി. സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ കൂടിയാണ് ഈ ഒരു രോഷം പ്രകടിപ്പിക്കുന്നത്. ഈ VC-മാർ കേരളത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും അവർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്: RSS ശതാബ്ദിയുടെ ഭാഗമായി സർസംഘചാലക് മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൗരവമായി കാണുന്നു. ഗുരുതരമായ വീഴ്ചയാണ് വൈസ് ചാൻസലർമാർക്ക് ഉണ്ടായത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണിത്. കേരളീയ പൊതുസമൂഹത്തിന് വൈസ് ചാൻസലർമാരുടെ പദവിയോട് ആദരവുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിന്റെ പരിപാടിയിൽ ഇവർ പങ്കെടുത്തത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നായാലും അംഗീകരിക്കില്ല, അത് വെച്ചു പൊറിപ്പിക്കുകയില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത 3 VC-മാരും കേരളത്തോട് മാപ്പ് പറയണം. ഇതാണ് വി.ഡി. സതീശൻ ഇട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാത്രമല്ല, അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല. ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അദ്ദേഹം പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ആവശ്യം ഈ 3 വൈസ് ചാൻസലർമാരും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. RSS എന്ന് പറയുന്നത് തീവ്ര വർഗീയ സംഘടനയാണ്. ആ വർഗീയ സംഘടനയിൽ ഈ പറയുന്ന 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് കേരളത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അവർ തീവ്രവാദ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ RSSന്റെ തീവ്ര മത പക്ഷപാതമുള്ള RSSന്റെ ഈ പരിപാടിയിൽ പങ്കെടുത്തത് ശരിയായില്ല. അവർ പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കണം. ഇതാണ് വി.ഡി. സതീശൻ പറയുന്നൊരു കാര്യം. ഇവിടെ വി.ഡി. സതീശൻ പറയുന്നത് പ്രത്യക്ഷത്തിൽ നമുക്ക് ശരിയാണെന്ന് തോന്നാമെങ്കിലും അദ്ദേഹം ഈ ചൂണ്ടിയ 3 പേരുടെ മുഖത്തേക്ക് ചൂണ്ടിയ അതേ വിരൽ സ്വയം തിരിച്ചൊന്ന് ചൂണ്ടിക്കഴിഞ്ഞാൽ വി.ഡി. സതീശൻ എത്രയോ RSS പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2006 അദ്ദേഹത്തിന്റെ മണ്ഡലമായ പറവൂരിൽ RSS സർസംഘചാലക്കായിട്ടുള്ള ഗുരുജി ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും വേദിയിൽ ഗുരുജി ഗോൾവാൾക്കറുടെ പടത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആ ചിത്രത്തിന് മുന്നിൽ, ആ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ചിരുന്ന വിളക്ക് കൊളുത്തുകയും ചെയ്ത ആളാണ് വി.ഡി. സതീശൻ. അങ്ങനെ RSSന്റെ പ്രഖ്യാപിത പരിപാടികളിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്ത ഈ 3 VC-മാരും മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതാണ് തുടക്കത്തിൽ പറഞ്ഞ വി.ഡി. സതീശന്റെ വൈരുദ്ധ്യം. വാക്കൊന്ന്, പ്രവൃത്തി വേറെ. ഇപ്പോൾ ഈ 3 വൈസ് ചാൻസലർമാരെ അദ്ദേഹം വിമർശിക്കുന്നത് എന്തിന്റെ പേരിലാണ്? RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ. എന്നാൽ താൻ പങ്കെടുത്ത RSS പരിപാടികളെ കുറിച്ച് അദ്ദേഹം മിണ്ടുന്നതേയില്ല. അദ്ദേഹം RSS പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത തരത്തിലാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ. ഈ പോസ്റ്റ് വായിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ പൂർവ്വചരിത്രം അറിയാത്ത ഒരാളെ സംബന്ധിച്ച് സതീശൻ കടുത്ത RSS വിരോധിയാണ് എന്ന് തോന്നും. എന്നാൽ അദ്ദേഹത്തിന്റെ ചരിത്രം അറിയുന്ന ആൾക്ക് അങ്ങനെയല്ല. അദ്ദേഹം RSS പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗുരുജി ഗോൾവാൾക്കറിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയ ആളാണ് വി.ഡി. സതീശൻ. RSS പരിപാടി
പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയും അന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. കാരണം അദ്ദേഹത്തിന് ഒപ്പമുള്ളത് ലീഗാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് RSSനെ തള്ളിപ്പറയേണ്ടുന്ന ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യത അദ്ദേഹത്തിന് വന്നു ചേർന്നിട്ടുണ്ട്. ഭരണപരമായിട്ടുള്ളൊരു ബാധ്യതയാണത്. കാരണം അദ്ദേഹം RSSനെ തള്ളിപ്പറഞ്ഞില്ല എങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി മുഖ്യമന്ത്രി ആകുന്ന ഘട്ടത്തിൽ സംശയമുണ്ടായിരുന്നു. 3 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഉണ്ടായിരുന്നത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, അതേപോലെ KC വേണുഗോപാൽ. ഈ 3 പേർ ആ സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ VD സതീശന് വേണ്ടി വാദിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഘടനവാദ പ്രസ്ഥാനം. നമുക്ക് മൗദൂദിയുടെ ആശയങ്ങൾ പുലർത്തുന്ന, ആശയങ്ങൾ പിന്തുടരുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ വരണമെന്ന് പ്രഖ്യാപിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിക്കൊണ്ടാണ് VD സതീശൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചത്. അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാനായി RSSനെ വിമർശിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമാണ്. മാത്രമല്ല ലീഗിനെയും തൃപ്തിപ്പെടുത്താൻ RSSനെ വിമർശിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പഴയ കാര്യങ്ങളൊന്നും ജനങ്ങൾ ഓർക്കുന്നില്ല എന്നുള്ള ഒരു ഉറപ്പിൽ ചാടിക്കയറി ഈ പറയുന്ന RSSന്റെ വേദിയിൽ പങ്കെടുത്ത, ആ പരിപാടിയിൽ പങ്കെടുത്ത 3 വൈസ് ചാൻസലർമാരും മാപ്പ് പറയണമെന്ന് സതീശൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം സ്വയം തന്നെ ചോദിക്കുക, എത്ര RSS പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ഒരുപക്ഷെ ഓർമ്മയുണ്ടായില്ല. അത്രമാത്രം RSSന്റെ ഒരുപക്ഷെ അതിൻ്റെ അനുബന്ധ സംഘടനകളൊക്കെ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് VD സതീശൻ. ആ VD സതീശനാണ് വന്ന് ഇപ്പോൾ RSSന് എതിരായി പറയുന്നത്. അതിന് കാരണം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും ലീഗിനെയും സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ കാണേണ്ടതുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കാരണവശാലും RSS വിരോധം അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ട മനസ്സൊന്നുമല്ല. RSSന് എതിരായി തീവ്ര നിലപാട് സ്വീകരിക്കണം, RSSനെതിരായി കടുത്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം എന്നുള്ള ആശയമൊന്നും VD സതീശന് അന്നുമില്ല, ഇന്നുമില്ല. പക്ഷെ അന്ന് അദ്ദേഹം പരസ്യമായി RSS വേദിയിൽ പങ്കെടുത്തുവെങ്കിൽ ഇന്നിപ്പോൾ അദ്ദേഹം RSSനെ തള്ളിപ്പറയുന്നത് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയും മുസ്ലിം ലീഗിന് വേണ്ടി മാത്രമാണ്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരമൊരു വ്യാജ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള ഒരു FB പേജുമായി VD സതീശൻ വന്നിരിക്കുന്നത്. സതീശന്റെ ഈ പോസ്റ്റിന് താഴെ നിരവധി വിമർശനങ്ങളാണ് വരുന്നത്. എന്തുകൊണ്ടാണ് താങ്കൾ നേരത്തെ RSS പരിപാടിയിൽ പങ്കെടുത്തത്? അതിനുള്ള വിശദീകരണം തരൂ. എന്തുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ ഈ RSS പരിപാടിയെ വിമർശിക്കുന്നത്? താങ്കൾ എത്രയോ തവണ RSS പരിപാടിയിൽ പങ്കെടുത്തയാളാണ്, അതെല്ലാം മറന്നുപോയോ? ജനങ്ങളുടെ ഓർമ്മശക്തിയെ പരീക്ഷിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ, കമന്റുകൾ അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിന് താഴെ പലരായി ഷെയർ ചെയ്ത പോസ്റ്റുകൾക്ക് താഴെയും വന്നുകൊണ്ടിരിക്കുന്നു. സതീശനെ അങ്ങനെ കടന്നാക്രമിക്കുകയാണ്, ചരിത്രം പറഞ്ഞുകൊണ്ട് സതീശനെ കടന്നാക്രമിക്കുകയാണ്. സതീശൻ RSS വേദിയിൽ നിലവിളക്ക്, ഗുരുജി ഗോൾവാക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ആ കുനിഞ്ഞു നിൽക്കുന്ന, ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ആ നിലവിളക്ക് കൊളുത്തി കുനിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ഇപ്പോഴും സജീവമായി മാധ്യമങ്ങളുണ്ട്. അതെല്ലാം തന്നെ കുത്തിപ്പൊക്കുകയാണ് സതീശന്റെ രാഷ്ട്രീയ എതിരാളികൾ. അവരുടെ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് സതീശന് ആത്മാർത്ഥമായി മറുപടി ഇല്ലാത്തത്? കാരണം അദ്ദേഹത്തിന്റെ ഭൂതകാലം എന്ന് പറയുന്നത് RSSുമായി ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഈ RSSനെ വിമർശിക്കുന്ന നിലപാട്, അദ്ദേഹത്തിന്റെ ആ നിലപാട് ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും സന്തോഷിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല എന്ന് ഉള്ള കാര്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.